CPM ജനവിധി അംഗീകരിക്കാൻ തയ്യാറല്ലേ? അല്ല, ഒരു സംശയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് BJP ഭരിക്കണമെന്നാണ് ജനഹിതം. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനമനസ് BJPക്കൊപ്പമായിരുന്നു. CPMന്റെ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി ഭരണവും കെടുകാര്യസ്ഥതയും മൂലം ജനം CPMനെ മൂലക്കിരുത്തി BJPയെ ഭരണമേൽപ്പിച്ചു. ജനഹിതമനുസരിച്ച് BJPയാണ് ഭരിക്കേണ്ടത് എങ്കിലും അതിനെതിരെ ഏത് വിധേനയും കൊള്ളിവെക്കുക എന്ന ഉദ്ദേശത്തോടെ മേയർ തെരഞ്ഞെടുപ്പ് പോലും എങ്ങനെയെങ്കിലും അലങ്കോലമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് CPMന്റെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിരിക്കുകയാണ് CPM. ഒന്നല്ല, 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് CPMന്റെ പരാതി. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയിയും SP ദീപക്കും പരാതി നൽകിയിരിക്കുന്നത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് മുനിസിപ്പൽ നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് CPMന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മേയർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ പ്രതികൂലമായ വിധിയുണ്ടായാൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഈ 20 അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം മുനിസിപ്പൽ നിയമപ്രകാരം നിശ്ചിത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾക്ക് മാത്രമേ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ ഈ 20 പേർ ഇല്ലാതെ മേയർ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കുകയും LDFും UDFും കൈകോർക്കുകയും ചെയ്താൽ അത് BJPക്ക് കടുത്ത തിരിച്ചടിയാകും. വ്യത്യസ്ത വാർഡുകളിലെ BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് മുനിസിപ്പൽ ചട്ടലംഘനമാണ് എന്നാണ് CPM പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മുനിസിപ്പൽ നിയമത്തിന്റെ 3-ാം ഷെഡ്യൂൾ അനുസരിച്ച് സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ അഥവാ ഇൻ ദി നെയിം ഓഫ് ഗോഡ് ആയിരിക്കണമെന്നാണ് നിഷ്കർഷിക്കുന്നത്. ഇതിന് പകരം ദൈവങ്ങളുടെ പേര് പറഞ്ഞാണ് CPM പരാതി നൽകിയിട്ടുള്ള 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ചട്ടലംഘനമാണ് എന്നാണ് CPMന്റെ ആരോപണം. ജില്ലാ കളക്ടർക്കും CEOയ്ക്കും നൽകിയ പരാതിക്ക് പിന്നാലെ അടുത്ത ദിവസം കോടതിയിലും പരാതി നൽകാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങൾ നാളെ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യരാണോ എന്ന നിയമപ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ, ശ്രീ പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, കാവിലമ്മ, ഭാരതാംബ, മഹാവിഷ്ണു തുടങ്ങി വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിലും ഒപ്പം ബലിദാനികളുടെ പേരിലും BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മണ്ണന്തലയിലെയും വാഴക്കുകുണത്തെയും കൗൺസിലർമാരായ ചെമ്പഴന്തി ഉദയനും R. സുഗതനും ഗുരുദേവ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പാങ്ങോട് നിന്നുള്ള വിഷ്ണു മോഹൻ ഉദയന്നൂർ ദേവിയുടെ നാമത്തിലും, വലിയശാലിയിലെ VS സൂര്യ കാവിലമ്മയുടെ നാമത്തിലും, പൊന്നുമംഗലത്തെ SK ശ്രീദേവി ഭഗവത് നാമത്തിലും, മേലാങ്കോട്ടെ പാപ്പനങ്കോട് സജിയും നെടുങ്കാട്ടെ RC ബീനയും പത്മനാഭസ്വാമിയുടെ നാമത്തിലും, കരുമത്തെ GS ആശാനാഥ് ഭാരതാംബയുടെ പേരിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ ആശാനാഥ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുകയാണ്. വിധി പ്രതികൂലമായാൽ ആശാനാഥിന് മത്സരിക്കാൻ പോലും സാധിക്കില്ല. ബലിദാനികൾ അപരന്മാർ എന്നു പറഞ്ഞാണ് വലിയവിള കൗൺസിലർ VG ഗിരികുമാർ പ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കുന്നുകുഴി കൗൺസിലർ A. മേരി പുഷ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ചൊല്ലി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചു. SS ശ്രുതി ആറ്റുകാലമ്മയുടെ പേരിലും, V. ഗിരി ഇരുങ്കുളങ്ങര ദുർഗാ ഭഗവതിയുടെ നാമത്തിലും, P. സരിത, ഹരികുമാർ, ദീപ S. നായർ എന്നിവർ ശ്രീ പത്മനാഭന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. O. സുകന്യ ശ്രീകണ്ഠേശ്വരൻ അമ്മയ്യപ്പന്റെ പേരിലും, ജയ രാജീവ് അയ്യപ്പ നാമത്തിലും, SS സുനിൽ കാര്യവട്ടം ശ്രീ ധർമ്മശാസ്താവിന്റെ നാമത്തിലും, അഡ്വക്കേറ്റ് PS മിനി ഗുരുദേവ നാമത്തിലും ബലിദാനികളുടെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ തന്നെ പരാതി ഉയർന്നപ്പോൾ അത് റദ്ദാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നാണ് V. ജോയ് പറയുന്നത്. സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനത്തെക്കുറിച്ച് നിരവധി സുപ്രീം കോടതി വിധികൾ നിലവിലുണ്ട്. ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന കളക്ടർ തിരുത്തണമായിരുന്നുവെന്നും CPM പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ തദ്ദേശ വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒട്ടനവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിയമവൃത്തങ്ങളും പറയുന്നു. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ ആദ്യത്തെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യപ്പെടുകയും വീണ്ടും യഥാരീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവുണ്ടാകുകയും ചെയ്യും. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമുണ്ടോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്.
ഇതുമായി ബന്ധപ്പെട്ട് 22 വർഷം പഴക്കമുള്ള ഹൈക്കോടതി വിധി നിലവിലുണ്ട്. JSS നേതാവായിരുന്ന ഉമേഷ് ചള്ളിയിലിനെതിരായ കേസിൽ ഹൈക്കോടതി 2003 ഒരു വിധി പുറപ്പെടുവിച്ചത്. അന്ന് ഗുരുദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഉമേഷിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ടു. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഉമേഷ് ചള്ളിയിൽ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ഗുരുദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഉമേഷിനെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തി. ഹർജി അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് JL ഗുപ്തയും ജസ്റ്റിസ് R ബസന്തും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സത്യപ്രതിജ്ഞ അസാധുവാണ് എന്നാണ് വിധിച്ചത്. സഭാംഗമായി തുടരാൻ ഉമേഷ് ചള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, കോടതി ഉത്തരവനുസരിച്ച് അതുവരെ സഭയിലിരുന്ന ഓരോ ദിവസത്തിനും പിഴ ഈടാക്കണമെന്ന നിർദ്ദേശപ്രകാരം 41,000 രൂപയും ഉമേഷ് ചള്ളിയിൽ പിഴയടക്കേണ്ടി വന്നു. വിധിക്കെതിരെ ഉമേഷ് ചള്ളിയിൽ അപ്പീൽ പോയെങ്കിലും സുപ്രീം കോടതിയും കേരള ഹൈക്കോടതി വിധി ശരിവെക്കുകയാണ് ചെയ്തത്. ഈ വിധികളെല്ലാം നിലനിൽക്കവെയാണ് BJPക്കെതിരായ പരാതി വന്നിരിക്കുന്നത്. പരാതി അംഗീകരിച്ചാൽ അത് BJPക്ക് തിരിച്ചടിയാകും. ചരിത്രത്തിലാദ്യമായി BJPക്ക് ഭരണം ലഭിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ നയിക്കാനുള്ള നിയോഗം പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവ് VV രാജേഷിനെയാണ്. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ DGP R ശ്രീലേഖയുടെ പേരും പരിഗണിക്കപ്പെട്ടുവെങ്കിലും രാഷ്ട്രീയ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പരിചയമാണ് രാജേഷിന് തുണയായത്. ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണയും രാജേഷിനായിരുന്നു. ശ്രീലേഖയെ പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. കരുമം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആശാനാഥ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. മറ്റു മുന്നണികളിൽ നിന്ന് കരുത്തരായ നേതാക്കൾ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് എത്തിയ സാഹചര്യത്തിൽ അവരെ നേരിടാൻ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ മേയറായി എത്തണമെന്ന പൊതു അഭിപ്രായം രാജേഷിന് ഗുണകരമാകുകയായിരുന്നു. BJP സംസ്ഥാന സെക്രട്ടറിയായ രാജേഷ് തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമാണ്. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷനിൽ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് രാജേഷിന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും BJP സംഘടിപ്പിച്ചിട്ടുണ്ട്.